ശരിക്കും വിസ്മയം തന്നെയാണ്. അതാണ് ഇത്. എനിക്ക് തോന്നുന്നു നേരിട്ട് വന്ന് നമ്മൾ പല വീഡിയോസും കാണാറുണ്ടല്ലോ, ഞാനും കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. വീഡിയോസാണ് കൂടുതലും കണ്ടിട്ടുള്ളത് ഇതിൻ്റെ. പക്ഷെ നേരിട്ട് വരുമ്പോൾ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അത് നേരിട്ട് തന്നെ വന്ന് കാണണം, എന്നാലേ അത് മനസ്സിലാവുള്ളൂ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ കൊലു കാണുന്നത്. പോവാറുണ്ട്, പക്ഷേ ഇത്രയും ഗംഭീരമായിട്ടും ഇത്രയും ഭംഗിയായിട്ടും എനിക്കൊന്ന് ഇത്രയും ഒരു വാസ്റ്റ് കളക്ഷൻ ആദ്യമായിട്ട് കാണാം. അപ്പൊ അതെനിക്കൊന്ന് അതൊന്ന് കണ്ടിരിക്കണ്ടേ, ആ ഒരു ആഗ്രഹത്തിലാണ് ഞാനും വന്നത്. നവരാത്രി ശരിക്കും പറഞ്ഞാൽ ഒരു നവരാത്രി കഴിയുമ്പോഴത്തേ അടുത്ത നവരാത്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. പിന്നെ ഈ വർഷം പിന്നെ ഏറ്റവും മോട്ടിവേഷൻ ഈ കണ്ടില്ലേ, ഈ നവരാത്രി ഗുലു പ്രിയൻ ഞാൻ മാത്രമെന്ന് വിചാരിച്ചു. എൻ്റെ തിരുവനന്തപുരത്തുകാർ മൊത്തം ഗുലു ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ. അപ്പോൾ ഇനിയും നല്ലൊരു ഗിഫ്റ്റ് അവർക്ക് കൊടുക്കണം, നല്ലൊരു വിഷ്വൽ ട്രീറ്റ് കൊടുക്കണം. നവരാത്രിയിൽ എന്നെക്കൊണ്ട് സാധിക്കുന്നത് ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ അത് മാക്സിമം അത് എനിക്ക് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹപ്രകാരമാണ് ചെയ്തത്. അപ്പം എല്ലാ വർഷവും ശക്തികൃപയിൽ വരുന്നത് ആവർത്തന വിരസത ആർക്കും ഉണ്ടാവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മനുഷ്യന് പെട്ടെന്ന് ഉണ്ടാവുന്ന കാര്യമാണ് ആവർത്തന വിരസത, അതുണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഗുലുവിൽ എന്തെങ്കിലും വിസ്മയം അല്ലെങ്കിൽ ഒരു വ്യത്യസ്തത കൊണ്ടുവരണം എന്നും ആഗ്രഹിക്കും. അങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ ഈ ബ്രാസ് കളക്ഷൻ, ഈ ബ്രാസ് ഗുലു. സാധാരണ എല്ലാവരും ഇതിലോട്ട് ഞാൻ കൈ കിടത്താനായിട്ട് ചിന്തിക്കൂല, കുറച്ച് നമുക്കിത് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് കൂടുതലല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം 4 വർഷമായിട്ട് ഞാൻ മേടിച്ച് വെച്ച് കളക്ട് ചെയ്ത് ഞാൻ 9 പടി ആയിരുന്നാലേ വെക്കത്തുള്ളൂ എന്നൊരു വാശിയായിരുന്നു. അങ്ങനെ കളക്ട് ചെയ്തതാണ് ഈ ബ്രാസിൻ്റെ കളക്ഷൻ.